വളരുമ്പോൾ തണൽ നൽകുന്ന മരം. മനസ്സിലെ കുഞ്ഞു വിഷമങ്ങൾ പോലും അമ്മയ്ക്കറിയാം. മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: അച്ഛനും ജ്യേഷ്ഠനും നഷ്ടപ്പെട്ടതിനു ശേഷം മോഹൻലാലിന്റെ സർവവുമായിരുന്നു അമ്മ ശാന്തകുമാരി. എന്ത് വിഷമത്തോടെ ഇരുന്നാലും ലാലു എന്നോട് പോസിറ്റീവായിരിക്കാൻ മാത്രമേ പറയാറുള്ളൂ. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കണം. അമ്മ വിഷമിക്കാൻ പാടില്ല. എപ്പോഴും നല്ലത് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാണ് ലാലു പറയുന്നത്. ശാന്തകുമാരി അമ്മ മോഹൻലാലിനെ കുറിച്ച് മുൻപ് പറഞ്ഞതിങ്ങനെ: നല്ലൊരു നടൻ എന്നതിനപ്പുറം നല്ലൊരു മകൻ കൂടിയാണ് മോഹൻലാൽ. ലോകത്ത് എവിടെയായിരുന്നാലും അമ്മയുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ലാലു ഓടിയെത്തും. അമ്മയില്ലാത്തൊരാഘോഷം ലാലുവിനില്ല. അമ്മയെക്കുറിച്ച് വാചാലനാകുമ്പോൾ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയും. ശാന്തകുമാരി അമ്മയോട് കേരളത്തിലെ എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ അസൂയാണ്. മലയാള സിനിമകൾ കാണുന്ന ഏതമ്മയുടെയും ആഗ്രഹമാണ് മോഹൻലാലിനെ പോലെ ഒരു മകൻ. കുസൃതി കാട്ടി ചിരിക്കുന്ന, മടിയിൽ തലവെച്ച് കിടന്ന് വർത്തമാനം പറയുന്ന, അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന മകൻ. അതുകൊണ്ട് തന്നെയാണ് മഹാപുരസ്കാരം ലഭിച്ചതിനു ശേഷം മലയാളികളുടെ മഹാനടൻ എളമക്കരയിലെ ശ്രീഗണേശം വസതിയിലെത്തിയത്. മലയാളികളുടെ ലാലേട്ടനായല്ല, ശാന്തകുമാരി അമ്മയുടെ പ്രിയപ്പെട്ട ലാലുവായി. പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷമറിയിക്കാൻ 6:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ലാലു ആദ്യം ഓടിയെത്തിയത് അമ്മയ്ക്കരികിലേക്കാണ്. അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും, സംസാരിക്കാൻ കുറച്ചൊരു സ്ലറുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. അപ്പം എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എൻ്റെ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത്, അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ലഭിച്ച സന്തോഷം അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് മാത്രമായി പങ്കുവച്ചു. അമ്മയെ കണ്ടതിന് ശേഷം അമ്മ കണ്ട സന്തോഷം. എന്ത് വന്നാലും അമ്മ ഒരു എനർജിയാണല്ലേ, അത് പിന്നെ പറയണോ? കാരണം എന്താ ഇത്രയും വലിയ പുരസ്കാരം കിട്ടിയിട്ട് ആദ്യത്തെ അമ്മ കാണാനായിട്ട്. അമ്മ അറിഞ്ഞോ? അമ്മ അറിഞ്ഞു. ഓക്കെ. ഒറ്റ കാര്യം, ഇതിലെ ഒറ്റ കാര്യം കൂടെ. അമ്മ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് സംസാരിക്കാൻ അങ്ങനെ സാധിക്കുന്ന ആളല്ല. അമ്മ അനുഗ്രഹവും പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ആശംസകളും കേട്ടോ. ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. മോഹൻലാലിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും പോലെ തന്നെ ശാന്തകുമാരി അമ്മയും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ്. മകൻ പുരസ്കാരങ്ങളുടെ കൊടുമുടിയിലെത്തി നിൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ ശ്രീഗണേശത്തിൽ ആ അമ്മയുണ്ട്. മഹാരഥന്മാർക്ക് കിട്ടുന്ന മഹോന്നത പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ആദ്യം ഓടിയെത്തിയത് അമ്മയെ കാണാനാണ്. അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും ഏറ്റുവാങ്ങി മലയാളത്തിന്റെ ലാലേട്ടന്റെ യാത്ര തുടരും.